ഇന്ന് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാനും നിങ്ങളുടെ ഹൃദയം തയ്യാറാകട്ടെ. ദാനധർമ്മങ്ങളിലെ അനുസരണം. എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന്നു നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. ദൈവത്തിൽ നിന്നുള്ള ഈ നിർദ്ദേശത്തിലൂടെ ദാനധർമ്മങ്ങൾ നൽകുന്നതിലെ അനുസരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദശാംശം നൽകുക എന്നത് കേവലം ഒരു സാമ്പത്തിക ശീലമല്ല, അത് ദൈവത്തോടുള്ള അനുസരണത്തിന്റെ അടയാളമാണ്. തൻ്റെ ജനങ്ങൾ തങ്ങളുടെ വരുമാനത്തിന്റെ ആദ്യ ഭാഗം നൽകിക്കൊണ്ട് തന്നെ ബഹുമാനിക്കണമെന്ന് ദൈവം തുടക്കം മുതലേ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലേവ്യ പുസ്തകം 27:30 നാം കാണുന്നത് പോലെ ദശാംശം കർത്താവിനുള്ളതാണ്. നമ്മുടെ പക്കലുള്ള ദശാംശം പൂർണ്ണമായും നൽകുമ്പോൾ നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് നാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭാഗികമായ അനുസരണം ദൈവാനുഗ്രഹത്തിന്റെ ഒഴുക്കിനെ തടയുന്നു. കാരണം അത് നമ്മുടെ മടിയെയോ ദൈവത്തിലുള്ള വിശ്വാസക്കുറവിനെയോ ആണ് കാണിക്കുന്നത്. ദാനധർമ്മങ്ങളിലെ അനുസരണം എന്നത് ഒരു നിർബന്ധമല്ല, മറിച്ച് അത് ദൈവത്തെ ബഹുമാനിക്കുന്നതിനും അവിടുത്തെ ഉടമ്പടി വാഗ്ദാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതിനുമുള്ള മാർഗമാണ്. ഈ ലളിതമായ ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. മാതാപിതാക്കളെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു കുട്ടിക്ക് അവരുടെ സംരക്ഷണവും മാർഗനിർദ്ദേശവും പൂർണ്ണമായി ലഭിക്കുന്നു. എന്നാൽ ഭാഗികമായ അനുസരണം അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയേക്കാം. അതുപോലെ തന്നെ ദാനധർമ്മങ്ങളിലെ പൂർണ്ണമായ അനുസരണം ദൈവത്തിന്റെ കരുതലിനായുള്ള വാതിൽ തുറക്കുന്നു. ദാനധർമ്മങ്ങളിലെ അനുസരണം ദൈവത്തിന്റെ സമൃദ്ധി അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഞാൻ നൽകുന്ന ദാനധർമ്മങ്ങളിലും അങ്ങയെ വിശ്വസ്തയോടെ അനുസരിക്കാൻ എന്നെ സഹായിക്കണമേ. അങ്ങയെ വിശ്വസിക്കാനും അവിടുന്ന് എനിക്ക് നൽകിയതുകൊണ്ട് അങ്ങയെ ബഹുമാനിക്കാനും എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.